720 ഔട്ട് ഓഫ് 720യുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്ക് എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം. ഏറ്റവും അധികം ശ്രദ്ധയോടുകൂടി, ഏകാഗ്രതയോടുകൂടി, ആരോഗ്യത്തോടുകൂടി നമ്മൾ നീറ്റ് എക്സാമിന് തയ്യാറെടുക്കുന്നു. ഞങ്ങളും അതുപോലെ തന്നെ ആ ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ എൻ്റെ മാനേജ്മെൻറ്റ് ടീമും ബ്രില്യൻ ഫാക്കൽറ്റി ടീമും ഒക്കെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നു. പല മാർക്കിൻ്റെ ക്രൈറ്റീരിയകളിലൊക്കെ ഇപ്പം നിങ്ങൾക്ക് കടന്നു പോകുന്നുണ്ട്. കാരണം ഏതാണ്ട് 4 യൂണിറ്റ് എക്സാമുകൾ ഓരോ ഗ്രൂപ്പിനും കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 8 എക്സാമുകൾ അവരെഴുതി. അതർ ഗ്രൂപ്പിൻ്റെ 8 എക്സാമുകളും അവർക്ക് ചെയ്യാനായിട്ട് കിട്ടി. തീർച്ചയായിട്ടും പല മാർക്കുകളുടെ റേഞ്ചുകൾ അവർക്കുണ്ടാവും. ഒരു 720ലേക്ക് ഫോക്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എയിംസ് ഡൽഹിയിലോട്ടൊക്കെ, അല്ലെങ്കിൽ എയിംസിൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലൊക്കെ ഫോക്കസ് ചെയ്യുന്നവർക്ക് ഇനിയുള്ളൊരു സ്റ്റഡി പ്ലാനുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് മേഖലയിലേക്ക് 600ൻ്റെ ടാർഗറ്റ് വെക്കുന്നവർക്ക് സ്റ്റഡി പ്ലാനുണ്ട്. 200, 300, 400ൻ്റെ ഒക്കെ സ്റ്റഡി പ്ലാനുകൾ നമുക്ക് വേണമെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്ന സമയങ്ങളാണ്. മാർക്കിലോട്ടല്ല ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ പോലും ഒരു മോഡൽ എക്സാം എഴുതുമ്പം ആ മോഡൽ എക്സാമിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, സ്മാർട്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. ടീച്ചർ, യൂണിറ്റ് എക്സാമിൽ നമുക്കറിയാം 6 മുതൽ 8 ചാപ്റ്റർ വരെയാണ് നമുക്ക് ഓരോ യൂണിറ്റ് എക്സാമുകളും. ഒരു എയിംസ് ഫോക്കസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു 720 ഫോക്കസ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ഇപ്പോഴും ഫുൾ യൂണിറ്റിലൂടെ തന്നെ പോകേണ്ട സമയങ്ങളാണ് അല്ലേ? അപ്പം ഫുൾ മാർക്കുകൾ അല്ലെങ്കിൽ എയിംസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം അയാളുടെ സ്റ്റഡി പ്ലാൻ ഇപ്പോഴും എന്തായിരിക്കണം ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്? ഈ ഒരു 700 എബോവ് നിൽക്കുന്ന ഒരു 720 തന്നെ എയിം ചെയ്യുന്ന കുട്ടികൾ, അവർ ഇപ്പോൾ 720 എത്തി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആ കോൺസെപ്റ്റുകളിലൂടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കടന്നു പോയത് കൊണ്ടാണ് അവർ ആ ഒരു റേഞ്ചിൽ ഇപ്പം തന്നെ നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ സാധാരണ ഒരു 500 അല്ലെങ്കിൽ 400 റേഞ്ചിൽ നിൽക്കുന്ന കുട്ടികളെക്കാൾ ഉപരി അവർക്ക് ആ ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റുകൾ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഫിസിക്സ് ആയാലും അത്യാവശ്യം ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ചെയ്യണം എന്നവർക്കറിയാം. പക്ഷേ എങ്കിൽ പോലും ഇത് 100% പരിപൂർണതയിലാണോ എന്നുള്ളത് അവരോരോരുത്തരും ഒന്ന് സെൽഫ് അസസ് ചെയ്യേണ്ട സമയമാണിത്. ആ സെൽഫ് അസസ്മെന്റ് നടക്കുന്നത് ഡെഫിനറ്റ് ആയിട്ടും നമ്മുടെ മോഡൽ എക്സാമുകളിൽ കൂടി തന്നെയാണ്. കാരണം ഇപ്പോൾ എല്ലാ പരീക്ഷയ്ക്കും ഇവിടെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇച്ചിരി ഒരു അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടായാലും സാരമില്ല, കയറി വരാം എന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു റേഞ്ചിൽ 700 എബോ നിൽക്കുന്ന കുട്ടികൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ഒരു പെർട്ടിക്കുലർ റേഞ്ചിന് താഴേക്ക് പോകാതിരിക്കുക. കാരണം പോകേണ്ട ഒരു ആവശ്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നിങ്ങൾ ഓൾറെഡി കോൺസെപ്റ്റുകളൊക്കെ അറിയാം. അത്യാവശ്യം ആ ചാപ്റ്ററിന്റെ ഒരു 90% നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ ആ ഒരു യൂണിറ്റുകൾ കമ്പൈൻ ചെയ്ത് വന്നപ്പോൾ ഇത്രയും ഒരു മാർക്ക് സ്കോർ നിങ്ങൾ വന്നത്. ആ വന്ന കുട്ടികൾ വീണ്ടും താഴേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അറിയാമെന്നുള്ള കണ്ടന്റുകൾ വിട്ടുപോകുന്നു എന്നാണ്. അത് ഉണ്ടാകാതിരിക്കുക. അപ്പോൾ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ഒരുപക്ഷെ 400-500 നിൽക്കുന്ന കുട്ടികളെക്കാൾ ഉപരി അവരും സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു മുകൾ നിൽക്കുന്ന ആൾക്കാർ നിങ്ങൾ അത് തന്നെയാണ് വിചാരിക്കേണ്ടത്. ഓൾമോസ്റ്റ് ഞാൻ പഠിച്ചു കഴിഞ്ഞ കണ്ടന്റുകളാണ്, എനിക്കറിയാം. അപ്പോൾ ഇവിടുന്ന് ഒരു മിസ്സിംഗ് വരാതെ അതിനെ ഉറപ്പിക്കുക. അത് റിപ്പീറ്റ് ചെയ്ത് അതിനെ ഉറപ്പിക്കുന്ന ജോലിയാണ് ഈ 700+ റേഞ്ച് നിൽക്കുന്ന കുട്ടികൾ ചെയ്യുന്നത്. യൂണിറ്റിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ അവർ 81 ചാപ്റ്ററുകളും റെഗുലറായിട്ട് നോക്കേണ്ട ഒരു സമയവുമാണ്. തീർച്ചയായിട്ടും അവരുടെ കയ്യിൽ ഷോർട്ട് നോട്ട്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പല കുട്ടികളും, ഇപ്പൊ ഇന്ന് തന്നെ ഒരു കുട്ടി ചോദിച്ചു, ഞാൻ 1ാമത്തെ ഗ്രൂപ്പാണ്. അപ്പോൾ 1ാമത്തെ ഗ്രൂപ്പ് സെക്കൻഡ് ഇയർ ടോപ്പിക് എഴുതി തുടങ്ങുമ്പോൾ 2ാമത്തെ ഗ്രൂപ്പ് ഫസ്റ്റ് ഇയർ ടോപ്പിക്സ് ആണ് എഴുതുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ ആണോ സെക്കൻഡ് ഇയർ ആണോ പഠിക്കേണ്ടത്? അപ്പോഴും ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, മോനെ ഇപ്പോൾ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എന്നുള്ളതല്ല, നമുക്ക് 81 ചാപ്റ്ററും എന്തായാലും പരീക്ഷയ്ക്ക് എഴുതിയേ പറ്റൂ. അപ്പോൾ സെക്കൻഡ് ഇയർ യൂണിറ്റ് പഠിക്കുന്ന ഒരു കുട്ടി അടുത്ത ദിവസം ഫസ്റ്റ് ഇയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ആ ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ ചെയ്തു പോകണം. ഫസ്റ്റ് ഇയറിന്റെ യൂണിറ്റ് ചെയ്യുന്ന കുട്ടി സെക്കൻഡ് ഇയറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അടുത്ത ദിവസം നമ്മുടെ കയ്യിൽ കിട്ടും, അതും ചെയ്തു പോകണം. അത് എനിക്ക് ആ യൂണിറ്റ് വരുമ്പം ചെയ്യാം എന്ന് വെക്കണ്ട. പ്രത്യേകിച്ചും ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ചാപ്റ്റർ പ്രയോറിറ്റിയോ സബ്ജക്ട് പ്രയോറിറ്റിയോ ഒന്നും അല്ല. അവര് പ്രയോറിറ്റി കൊടുക്കേണ്ടത് 720 എന്നുള്ള മാർക്കിനാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ ആ പോയിന്റിലോട്ട് തന്നെയാണ് എത്തിയത്. അതായത് നമുക്ക് ഒരു ഹയർ എൻഡിൽ നിൽക്കുന്ന കുട്ടികൾ ബാക്കിയുള്ളവർ അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യരുത്. കാരണം ഇനിയും നമുക്ക് കൺസെപ്റ്റ് ക്ലിയർ ആകാനുണ്ട്. പക്ഷേ ഹയർ എൻഡിൽ നിൽക്കുന്ന കുട്ടികൾ, 650+ നിൽക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും എല്ലാ ചാപ്റ്ററുകളിലൂടെയും എന്നും കടന്നു പോകേണ്ടതും ഏതൊക്കെ മോഡിലൂടെയുള്ള എക്സാമിലൂടെയും കടന്നു പോകേണ്ടതാണ്. അപ്പം 2 ഗ്രൂപ്പിൻ്റെയും എക്സാമുകൾ എഴുതണം, എല്ലാ യൂണിറ്റുകളിലും ചെയ്യണം. അവരുടെ സ്റ്റഡി പ്ലാൻ ഒന്നും മാറ്റേണ്ടതായിട്ടില്ല. പക്ഷേ ഒരു യൂണിറ്റ് ഫോക്കസ് ചെയ്യാതെ ഫുൾ മോഡലുകളിൽ കൂടെ തന്നെ പോകേണ്ട സമയങ്ങളാണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ സൂചിപ്പിച്ചത്. അതുപോലെ തന്നെ സർ, അവർക്കാണ് ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നവർ ഇപ്പോഴും ഞാൻ നെഗറ്റീവ് പേടിച്ച് എഴുതുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് പറഞ്ഞതാണെങ്കിൽ കൂടി ഇപ്പോഴേ നിങ്ങൾ ആ നെഗറ്റീവിനെ ഇപ്പോഴേ തെറ്റിക്കോട്ടെ, സാരമില്ല. അപ്പൊ അവർ പറയുന്നത്, മിസ്സേ തെറ്റിയാല് എനിക്ക് അത്രയും ഞാൻ ചെയ്തു വെച്ചതിന്റെ മാർക്കല്ലേ പോകുന്നത്. ആ ഒരു പേടി നിങ്ങൾ ഇപ്പോഴേ കളഞ്ഞു തന്നെ പഠിക്കണം. കാരണം അത് കറക്റ്റ് ചെയ്യാനുള്ള സമയം നമുക്കുണ്ട്. ഇനിയും നമുക്ക് 3 മാസത്തോളം ഉണ്ട്. അവിടെ നമുക്കത് കറക്റ്റ് ചെയ്യാം.
പക്ഷെ അത് കറക്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ നിങ്ങൾ ആ നെഗറ്റീവ് എന്നുള്ള ആ ഒരു ഭയത്തെ അതൊന്ന് കൺക്യൂർ ചെയ്തേ പറ്റുള്ളൂ. അതിനെ പേടിച്ച് നിങ്ങൾ ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ ഗ്രാജുവലി നിങ്ങൾക്ക് ഒരിക്കലും ഒരു സംശയം വന്നാൽ അത് എഴുതാൻ പറ്റാത്ത രീതിയിലേക്ക് പോകും. അപ്പൊ 720 ലക്ഷം കാണുന്ന ഒരു കുട്ടിക്ക് ഡെഫിനറ്റ് ആയിട്ടും ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ വിടില്ല. അവിടെ നിങ്ങൾ എനിക്ക് തെറ്റിപ്പോകുമോ അല്ലെങ്കിൽ തെറ്റിപ്പോയാൽ എന്ത് ചെയ്യുന്നു തൽക്കാലം ആലോചിക്കാതെ തന്നെ പരീക്ഷകൾ എഴുതി പോവുകയാണ്. 670, 680 റേഞ്ചൊക്കെ നിൽക്കുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തിരിക്കണം. കാരണം അവിടെ അവർക്കൊരു ക്ലാരിറ്റി കുറവ് ഉണ്ടാവില്ല. പക്ഷെ അവർ ഈ പറഞ്ഞ പോലെ നെഗറ്റീവിനെ മാത്രം ഒന്ന് ഭയന്നിട്ടാണ് 1-2 ക്വസ്റ്റ്യൻസ് അവർ സ്കിപ്പ് ചെയ്യുന്നത്. അവിടെ ഒരു കാരണവശാലും ഈ 670 അല്ലെ 680 റേഞ്ച് നിൽക്കുന്നവർ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യണം. കാരണം അത് മാർക്ക് സ്കോർ ചെയ്യാനായിട്ടല്ല, നമുക്ക് ആ നെഗറ്റീവിലോട്ട് വരുമെന്നുള്ള നമ്മുടെ സാധാരണ ടെൻഡൻസി, നമ്മുടെ സാധാരണ മനുഷ്യർക്കുള്ള ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് നെഗറ്റീവായി പോകും എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു അറച്ചു നിൽക്കുന്നതൊന്നും മാറ്റാൻ അതിന് നമുക്ക് പല പ്രാവശ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ 180 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സമയത്തിനെക്കുറിച്ച് ഈ ഒരു കാറ്റഗറി ഒരു അവസാനം ഒരു 20 മിനിറ്റ് കിട്ടത്തക്ക രീതിയിൽ അല്ലെ ഒന്ന് സ്റ്റഡി പ്ലാനും തയ്യാറാക്കണം, എക്സാം പ്ലാനും തയ്യാറാക്കേണ്ടത്. ഇപ്പൊ അത് പറഞ്ഞപ്പോൾ അത് തന്നെ പറയണം എന്ന് തോന്നി. കാരണം ഇപ്പോൾ ഒരു പെട്ടെന്നൊരു അപ്ഡേഷൻ വന്നു, 20 മിനിറ്റ് മാറി. അപ്പോൾ പല കുട്ടികളുടെയും ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് എനിക്ക് ഓൾറെഡി 3 മണിക്കൂർ 20 മിനിറ്റ് ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്നും ഞാൻ ഒരു 20 മിനിറ്റ് എനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നാണ്. പക്ഷേ അതൊരു വലിയൊരു പ്രശ്നമായിട്ടാണ് നിങ്ങൾ വിചാരിക്കുന്നത്. പക്ഷേ നമ്മളെപ്പോഴും പറഞ്ഞു പഠിച്ചിരിക്കുന്നത്, നമ്മൾ ചെയ്ത് പഠിച്ചിരിക്കുന്നത് ഒരു ക്വസ്റ്റിന് 1 മിനിറ്റ് എന്നാണ്. അപ്പോൾ ഒരു ക്വസ്റ്റിന് 1 മിനിറ്റ് എന്ന് പറയുമ്പോഴും നിങ്ങൾക്കറിയാം പല കുട്ടികളും നിങ്ങൾ ആ ഒരു 700 റേഞ്ച് നിൽക്കുന്ന ആൾക്കാർ ഡെഫിനറ്റ് ആയിട്ടും 1 മിനിറ്റ് ഒന്നും എടുക്കുന്നില്ല. ബയോളജിക്കൊക്കെ നിങ്ങൾ ഒരു 30 സെക്കൻഡ്സ് കൊണ്ട് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അവസാനം ഞാൻ പെൻഡിങ്ങിൽ വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യനുകളിലൂടെ കടന്നു പോകാനുള്ള ഒരു സമയം നീക്കി നിങ്ങൾ പർപ്പസ്ഫുള്ളി വെച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ വേഗത്തിനനുസരിച്ച് അത് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളിലൊരു വിശ്വാസമാണ് വേണ്ടത്. എനിക്ക് 30 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 40 സെക്കൻഡ്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകൾ അവിടെ ഉണ്ടാകും. അത് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ പർപ്പസ്ഫുള്ളി ഇന്ന ക്വസ്റ്റ്യനിൽ നിന്നും 10 സെക്കൻഡ് മാറ്റി വെക്കുന്നു അല്ലെങ്കിൽ ഇന്ന ക്വസ്റ്റ്യനിൽ നിന്നും ഞാൻ മാറ്റി വെക്കുന്നു എന്ന് പറയാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ആ സമയം അവിടെ മാറ്റി വെക്കപ്പെടും. അതിന് പ്രാക്ടീസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു റേഞ്ചിലെത്തിയ കുട്ടികൾക്ക് ഇനി പ്രാക്ടീസ് മാത്രമേ ഉള്ളൂ. എത്രത്തോളം നിങ്ങൾ വേഗതയിൽ ആ 40 സെക്കൻഡ്സ് എന്നുള്ളത് 30 സെക്കൻഡിലേക്കോ അല്ലെങ്കിൽ 50 സെക്കൻഡ് എന്നുള്ളത് നിങ്ങൾക്ക് 30 സെക്കൻഡിലേക്കോ എത്രത്തോളം വേഗത്തിൽ അതിനെ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും അവിടെ അത്രയും വേഗത്തിൽ നിങ്ങൾ ഒരിക്കലും ബയോളജിക്ക് ഞാൻ ഇത്ര, ഫിസിക്സിന് ഞാൻ ഇത്ര എന്ന മനസ്സിൽ നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ വേണമെങ്കിൽ പോലും ഒരു ക്വസ്റ്റിനെയും കൃത്യമായിട്ട് ഇതിൽ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയണ അത്ര ശ്രദ്ധിക്കാതെ വായിച്ചു പോവുകയോ വായിച്ചതിനെ ഒന്നുകൂടെ ഓപ്ഷനുകൾ നോക്കാതെ പോവുകയോ പെടച്ച് ആ ക്വസ്റ്റിനുകൾ കാണാതെ പോവുകയോ ഒന്നും അല്ല വേണ്ടത്. പകരം നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചു പോയി ഒരു 2, 3, 4, 5 പേപ്പറുകൾ കഴിയുമ്പോഴേക്കും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ഈ മാറ്റി വെക്കേണ്ട സമയം അവിടെ ഉണ്ടാകും. ഞാൻ ഈ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് ഒരു 2-3 മോഡൽ എക്സാമും കൂടെ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപക്ഷെ ആദ്യത്തെ മോഡൽ എക്സാം കൃത്യം 3 മണിക്കൂറിൽ തീർത്തവരാണെങ്കിൽ അടുത്ത മോഡൽ എക്സാമിന് നിങ്ങൾ ഒരു 10 മിനിറ്റ് മുമ്പേ തീർക്കാൻ നിങ്ങൾക്ക് കഴിയും. അതേ യൂണിറ്റുകൾ വരുമ്പോൾ അല്ലെങ്കിൽ മറ്റു ചില എളുപ്പമുള്ള യൂണിറ്റുകൾ ആണെങ്കിൽ കൂടി നിങ്ങൾ ചിലപ്പോൾ ഒരു 20 മിനിറ്റ് മുമ്പേ അത് തീർത്തിട്ടുണ്ടാകും. അപ്പൊ നമ്മൾ പർപ്പസ്ഫുള്ളി മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ കൃത്യമായ പാറ്റേണിലൂടെയാണ് പരീക്ഷ എഴുതി പോകുന്നതെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു സമയം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. നമുക്ക് ആ ടൈമാണ് നമുക്ക് ഈ 720 എത്തുന്നത്. കാരണം നമുക്കൊരു 3-4 ക്വസ്റ്റ്യൻ നമ്മൾ ഡൗട്ട്ഫുള്ളി ഉണ്ടാവും. അതിന് നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യണം. കാരണം സ്റ്റേറ്റ്മെന്റ് ലെവൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ അസർഷൻ റീസൺ ആയിരിക്കാം. അവിടെ നമുക്ക് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്. അത് ഈ ടൈമിലാണ് നമ്മൾ ആ പൂർണ്ണതയിലോട്ട് എത്തുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരു കീപ്പ് ചെയ്യാനായിട്ട് ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് എങ്കിലും നമുക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പം തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് തന്നെ എടുക്കണമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അത് നമ്മൾ എക്സ്പീരിയൻസിലൂടെ വർക്കൗട്ട് ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും ഈസി ടു മോഡറേറ്റ് ലെവൽ തന്നെ ആയിരിക്കും നീറ്റ് 2025 വരാനുള്ളത്. കാരണം ഒരിക്കലും ഒരു വളരെ ലെങ്തി ക്വസ്റ്റ്യൻ കൂടുതൽ പാറ്റേണിൽ പോകില്ല. ഇപ്പം ജെഇമെയിൻ്റെ 10 സെറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കൽ പോലും ആയിട്ട് പോലും അത് മോഡറേറ്റ് ടു ടഫ് ലെവലിലോട്ട് പോയിട്ടില്ല. ഈസി ടു മോഡറേറ്റ് ലെവൽ തന്നെ. ഫിസിക്സിൻ്റെ ഒക്കെ പ്രത്യേകിച്ചും കെമിസ്ട്രി ആണെങ്കിലും സബ്ജക്റ്റിൽ തന്നെ നിന്ന് സിലബസിൽ തന്നെ നിന്നുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ സിലബസിന് വെളിയിൽ പോയി പഠിക്കേണ്ട കാര്യവുമില്ല. 720 ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ പോലും. അതുപോലെ തന്നെ
പ്രോബ്ലം ബേസ്ഡൊക്കെ ചോദിച്ചതും കൂടുതലും ചോദിച്ച കൺസെപ്റ്റ് ബേസ് വളരെ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസറിലോട്ട് കിട്ടുന്ന ഇതാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA ഇട്ട് ഈ JEEന്റെ 10 സെറ്റ് ക്വസ്റ്റ്യൻസും അതും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഫുള്ള് ഫോക്കസ്. ഈ ഒരു 700 എബോ നിൽക്കുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെയുള്ള നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് കൂട്ടാൻ ഡെഫിനറ്റ് ആയിട്ടും അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരുപക്ഷെ ചില കുട്ടികളൊക്കെ ഓൾറെഡി അത് എഴുതി കഴിഞ്ഞ പരീക്ഷ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. ഇനി അങ്ങനെ എഴുതാത്തവർ പോലും പേടിച്ചത് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ അത് ഓക്കെ ആണ്. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാരണവശാൽ അത് ഇച്ചിരി ഹൈ റേഞ്ച് ആണ്, എനിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിക്കണം. അത്രയും റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നീറ്റിൽ എക്സ്പെക്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഓക്കെ ആണ് ഞാൻ എന്നുള്ളൊരു കോൺഫിഡൻസും മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. പിന്നെ സാറ് പറഞ്ഞ പോലെ ഇപ്പോൾ ഏറ്റവും അടുത്തായിട്ട് ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ 3 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ 150 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അതുകൊണ്ട് നീറ്റ് ഭയങ്കര ഡിഫിക്കൽറ്റി ലെവലിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പം കേൾക്കുന്ന ഒരു കാര്യം. പക്ഷെ നിങ്ങൾ എപ്പോഴും ആലോചിച്ച് നോക്കൂ, ചോയ്സ് ഉള്ളപ്പോഴാണ് ക്വസ്റ്റ്യൻ ഡിഫിക്കൽറ്റി ആകുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ചോയ്സ് വെക്കുന്നത്? ഒരു ക്വസ്റ്റ്യന്റെ ലെവൽ ഡിഫിക്കൽറ്റി ആകുന്നു, അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് എഴുതാൻ ഡിഫിക്കൽറ്റി ഉണ്ടാകുന്ന 2 ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് നമ്മൾ ചോയ്സ് കൊടുക്കുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ചോയ്സ് തരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ചോയ്സ് ഇല്ല എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ആ ക്വസ്റ്റ്യന്റെ ലെവൽ എന്ന് പറയുന്നത് ഒരിക്കലും ഡിഫിക്കൽറ്റി ലെവൽ ആയിരിക്കില്ല, സിമ്പിൾ ആയിരിക്കും. ഡിഫിക്കൽറ്റി ലെവലിൽ പോകുന്ന ക്വസ്റ്റ്യനുകളായിരിക്കും ചോയ്സ്. നിങ്ങൾ +2 തന്നെ ആലോചിച്ച് നോക്കിയാൽ 1 വേർഡിനൊന്നും നിങ്ങൾക്ക് ചോയ്സ് ഇല്ല, എല്ലാം എഴുതിയേ പറ്റുള്ളൂ. കാരണം ഒന്ന് പഠിച്ചാൽ നമുക്ക് എഴുതാം. നേരെ കുറച്ച് വലിയ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, വലിയ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴാണ് ചോയ്സ്. കാരണം 5 മാർക്കിന്റെ എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല, ഡിഫിക്കൽറ്റി ലെവൽ കൂടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ചോയ്സ് വെക്കും. അപ്പൊ ശരിക്കും ചോയ്സ് എടുത്ത് കഴിഞ്ഞപ്പോ, അല്ലെങ്കിൽ ചോയ്സ് വേണ്ട എന്ന് വെക്കുമ്പോൾ പരീക്ഷ കൂടുതൽ ഡിഫിക്കൽറ്റി ആകാനല്ല സാധ്യത, പരീക്ഷ എപ്പോഴും സിമ്പിൾ ആകാനുള്ള സാധ്യതയാണ്. നിങ്ങൾ അത് തന്നെയാണ് വിശ്വസിക്കേണ്ടത്. അല്ലാതെ ഒരുപാട് റൂമേഴ്സിലൂടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൂടെ ഒന്നും തൽക്കാലം കടന്നു പോകണ്ട. പ്രത്യേകിച്ച് 720-കാര്. കാരണം അവരാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഒരു സ്ട്രെസ്ഡ് സിറ്റുവേഷൻ. എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ട് ക്വസ്റ്റ്യന്റെ ദൂരമേ ഉള്ളൂ, ഒരു ക്വസ്റ്റ്യന്റെ മെയിൻറ്റെയിൻ ചെയ്തേ പറ്റൂ, ഒരിക്കലും താഴെ പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു പ്രഷർ, അത് നിങ്ങൾ സെൽഫായിട്ട് തന്നെ അനലൈസ് ചെയ്ത് കുറയ്ക്കുകയും നിങ്ങളാൽ ഒരു പ്രഷർ ഉണ്ടാക്കുകയും ചെയ്യരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തൽക്കാലം ചെവി കൊടുക്കണം. നിങ്ങൾ എപ്പോഴും വിചാരിക്കണം, എനിക്ക് ഈ പരീക്ഷയിൽ 700 അല്ലെങ്കിൽ 650 വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ചാപ്റ്റർ അത്യാവശ്യം എൻ്റെ കയ്യിലുണ്ട്. അല്ലാതെ വെറുതെ നമ്മൾ വായിക്കില്ല, കറക്കി കുത്തി വാങ്ങിച്ചതല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കോറിലേക്ക് ഇപ്പൊ ഇവിടെ എത്തില്ല. സോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ വിശ്വസിക്കുക, എനിക്കിത് അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റും. പിന്നെ എവിടെയോ ഒരു മിസ്സിംഗ് വന്നുപോയി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്പീഡ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ നെഗറ്റീവിനെ പേടിച്ച് 2 എണ്ണം വിട്ടുപോയി. ഈ ചെറിയ ചെറിയ ഫാക്ടേഴ്സ് ആണ് നിങ്ങളെ ഇപ്പോ ആ ഒരു ബോർഡർ ലൈനിൽ നിർത്തിയിരിക്കുന്നത്. അത് എങ്ങനെ ക്രോസ് ചെയ്യാം? അത് ബ്രേക്ക് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ 720 എന്ന് പറഞ്ഞൊരു ഡ്രീം നമുക്ക് ഇല്ല. അവിടെ നമുക്ക് ഒരു ബോർഡർ ലൈനുകളും ഇല്ല. നിങ്ങൾ എന്തോ ഒരു സാധനത്തിനെ ഒന്ന് കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഇതാണ് എന്റെ ഫിയർ. അത് മാറ്റി നിങ്ങൾ പോകുന്ന സമയം 720 എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ 600 മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ വർഷമൊക്കെ ഒരു ഗവൺമെന്റ് റേഞ്ചിലോട്ട് പ്രതീക്ഷിക്കുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത് ഈ 600 റേഞ്ചിൽ നിൽക്കുന്ന വ്യക്തികളുണ്ട്. ഇവർക്കും ഈ പറഞ്ഞ പോലെ ബ്രിമ്മാണ്, അതായത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും മാറാവുന്ന ഒരു പൊസിഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി, എന്താണ് മോഡൽ എക്സാമിനെ എങ്ങനെ സമീപിക്കണം, അല്ലെ എവിടെയാണ് നമുക്കൊരു 20 മാർക്ക് അല്ലെങ്കിൽ നമുക്കൊരു 30 മാർക്ക് നമുക്ക് സ്റ്റഡി ആയിട്ട് കിട്ടണം, എവിടെയാണ് ഞാൻ ഈ എക്സാമിനെ അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് അല്ലെ. തീർച്ചയായിട്ടും ഒരു എക്സാം കഴിയുമ്പം കഴിഞ്ഞ 3 ദിവസം ഞാൻ വർക്കൗട്ട് ചെയ്തത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആക്കാൻ പറ്റുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് അവർക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും? അവരും ആദ്യം ചെയ്യേണ്ടത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്ക് ഇപ്പൊ തിയറി വായിക്കുമ്പോൾ, ഇപ്പൊ ബയോളജി വായിച്ചു പോകുമ്പോൾ, പ്രത്യേകിച്ച് 600 റേഞ്ചിലൊക്കെ നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ ഓക്കെ ഇതെനിക്ക് അറിയാം, കുഴപ്പമില്ല എന്ന് തോന്നും. വീണ്ടും മറിക്കുന്നു, നമ്മൾ വായിക്കുന്നു. അപ്പൊ ഈ വായിച്ച സ്റ്റേറ്റ്മെന്റുകളിൽ എവിടെയാണ് മിസ്സിംഗ് എന്നോ എന്താണെന്നോ നമുക്ക് ഒരുപക്ഷെ ആ വായനയിൽ മനസ്സിലാകില്ല. കാരണം എല്ലാ സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ ആ എന്റെ കുറവ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ മോഡൽ എക്സാം എഴുതുന്നതിന് മുൻപ് തന്നെ തലേ ദിവസം പ്രിപ്പയർ ചെയ്യുമ്പോൾ പോലും ടെക്സ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുകയാണ്. ഇപ്പൊ ഇവിടെ 5 ചാപ്റ്റർ ആണ് പരീക്ഷയെങ്കിൽ ആ 5 ചാപ്റ്റേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ തന്നെ ലൈബ്രറിയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഇട്ട അതേ യൂണിറ്റിന്റെ കോമ്പിനേഷൻ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവിടെ ഉണ്ട്. അത് എടുത്തു വെച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. അപ്പൊ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് കരുതിയിരിക്കുന്ന ഈ ചാപ്റ്ററിൽ എനിക്ക് ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടേ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ചില ചാപ്റ്റേഴ്സ് നിങ്ങൾ വിചാരിക്കുക എനിക്ക് ഭയങ്കര ഡിഫിക്കൽറ്റി ഉണ്ട്, അല്ലെങ്കിൽ അയ്യോ എനിക്ക് എഴുതാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ചാപ്റ്റേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ഉള്ള രീതിയിൽ മാർക്ക് തരും. അവിടെ ആ ബ്രിമ്മിൽ നിൽക്കുന്ന ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിലൂടെ തന്നെ പലവട്ടം കടന്നു. എനിക്ക് തോന്നുന്നു ആ കാറ്റഗറിയിലുള്ള ആൾക്കാര് പൊതുവെ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ കടന്നു പോകാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ടെക്സ്റ്റ് വായിക്കേണ്ടെന്നല്ല, ഡെഫിനറ്റ് ആയിട്ടും വായിക്കണം, കടന്നു പോകണം. പക്ഷെ അത് നിങ്ങൾ തന്നെ ഒരു സെൽഫ് അസസ്മെന്റ്, ഞാൻ എന്തുകൊണ്ടാണ് ഈ ബ്രിമ്മിൽ തന്നെ നിന്നുപോയത്, എന്തുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ആ മുന്നോട്ട് പോകാൻ പറ്റാത്ത എന്തോ ഒരു സാധനം അവിടെ ഇരിപ്പുണ്ട്, ഈ പറഞ്ഞ പോലെ ആ സാധനം കണ്ടുപിടിക്കുക. അത് ചിലപ്പോൾ ചില ചാപ്റ്ററുകളിൽ ഒരു കോൺസെപ്റ്റ്
ക്ലാരിറ്റി കുറവായിരിക്കാം. ചിലപ്പം ഈ ഇന്റർ കണക്ട് ചെയ്തിരുന്ന ചാപ്റ്റർ വരുമ്പോൾ അത് കണക്ട് ചെയ്യാൻ, അത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന കുട്ടികളുടെയൊക്കെ പല പ്രശ്നം സിംഗിൾ വരുന്ന കാര്യങ്ങളൊക്കെ അവർ എഴുതും. പക്ഷെ ലോജിക് ടൈപ്പ് വരുന്നത് അല്ലെങ്കിൽ ഇന്റർ കണക്ട് ചെയ്ത് വരുന്നതൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചൊന്ന് അയ്യോ ഇതെന്താ ഇങ്ങനെയെന്ന് ആലോചിച്ച് പോകുന്നു. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റനുകൾ വരുമ്പോഴാണ് എനിക്ക് പ്രശ്നം എന്ന് അനലൈസ് ചെയ്യുന്നു. പിന്നെ ചില ആൾക്കാർ അസേഷൻ റീസണെ പേടിക്കുന്നു. അപ്പൊ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റിനെ പേടിക്കുന്ന ചില ആൾക്കാരുണ്ട്, ഓരോ ചാപ്റ്റേഴ്സിന് പേടിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ നിങ്ങളാണ് നിങ്ങളെ തിരിച്ചറിയേണ്ടത്. അത് നമ്മൾ എത്ര പറഞ്ഞു തന്നാലും ഇനി നിങ്ങൾക്ക് സെൽഫായിട്ട് അത് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എഴുതിയ ഒരു പരീക്ഷയുടെ ക്വസ്റ്റനും കൊണ്ട് ആ കൺസേൺഡ് ഫാക്കൽറ്റിയുടെ അടുത്ത് ചെന്നാൽ ഡെഫിനറ്റ് ആയിട്ടും പറഞ്ഞു തരും. ഇതിങ്ങനെ ഇന്നിപ്പോൾ ഒരു കുഞ്ഞ് കാണാൻ വന്നിരുന്നു, ഫുൾ മാർക്ക് അതിൽ ഒരു 3 ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി. അപ്പോൾ ഞാൻ ആ 3 ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പറഞ്ഞു, മോളെ ഇത് കോൺസെപ്റ്റ് അറിഞ്ഞുകൂടാ, അത് അവിടെ എത്തുമ്പോൾ നിനക്ക് തെറ്റിപ്പോകുന്നു, ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു 3/4 ഭാഗം അയാൾക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ 1/4 ഭാഗം അറിഞ്ഞുകൂടാ. ഈ 1/4 ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് ആള് പെട്ടുപോകുന്നത്. പക്ഷെ ഇതുവരെ മനസ്സിലായിട്ടില്ല. അദ്ദേഹം വിചാരിച്ചു വെച്ചിരിക്കുന്ന എനിക്ക് ആ ടോപ്പിക്ക് കംപ്ലീറ്റ് നന്നായിട്ട് അറിയാം. 1/4 ഭാഗം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ 2-3 സെന്റൻസേ ഉള്ളൂ, പക്ഷെ എങ്കിൽ ആ സെന്റൻസിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് അത് മനസ്സിലാവുന്നില്ല. അപ്പൊ നിങ്ങളും ഇങ്ങനെയാണ്. അതിപ്പോ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ 5 പാരഗ്രാഫ് ഉള്ള ഒരു കോൺസെപ്റ്റ് വായിക്കുമ്പോൾ അതിൽ ലാസ്റ്റ് പാരഗ്രാഫിലെ ഒരു 2 സെന്റൻസ് എനിക്ക് കിട്ടിയില്ല എന്ന് മനസ്സിലാവില്ല. നമ്മൾ റാൻഡമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കും. ഓക്കെ എനിക്ക് അറിയാമെന്ന് വിചാരിക്കും, പക്ഷെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് അത്ര ഷുവർട്ടി ഇല്ലാത്ത ആ ഒരു അവസാനത്തെ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് മിസ്സിംഗ് ഉണ്ടാകുന്ന ആ ഒരു 2 സെന്റൻസ് ആയിരിക്കും. സോ വായിച്ചു നോക്കുമ്പോൾ പ്രത്യേകിച്ചും ബയോളജിക്ക് ഈ പറയും പോലെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്താണ് അത് കൃത്യമായിട്ട് എനിക്ക് എത്രത്തോളം അറിയാം എന്ന് കണ്ടുപിടിക്കുന്നത്. റേഞ്ച് ഉള്ളവർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പറഞ്ഞ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ സമയത്തിൻ്റെ കാര്യത്തിൽ, കാരണം കുറേ അധികം എവിടെ ഒരു ക്വസ്റ്റ്യനിൽ പോയി നിങ്ങൾ സമയം കൂടുതൽ വിനിയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഉണ്ടായിരുന്നു, ഒരു 4-5 എങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. നിങ്ങൾ ടൈം കീപ്പ് ചെയ്യുന്ന കാര്യത്തിലും കൂടെ അത് ശരിയായിരുന്നോ, നിങ്ങൾ സമയം ഇതിന് കൊടുത്തത് കറക്റ്റ് ആയിരുന്നോ, ഒന്നെങ്കിൽ കൂടുതൽ സമയം പെട്ടെന്ന് ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് തെറ്റ് വന്നു, അല്ലെങ്കിൽ 1 മിനിറ്റ് കൂടുതൽ 2, 3, 4 മിനിറ്റ് എവിടെയൊക്കെയോ നിങ്ങൾ എടുത്തു, അതുകൊണ്ട് മൊത്തം 180 ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്ക് കറക്റ്റായി പോകാൻ സാധിച്ചിട്ടില്ല. 4-5 ക്വസ്റ്റ്യനുകളായിരിക്കും അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യേണ്ടതാണ് 600 റേഞ്ച്. പക്ഷേ നിങ്ങൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചെയ്യണം. ഒപ്പം ഈ പറഞ്ഞ പോലെ 81 ചാപ്റ്ററിലൂടെയും കടന്നാൻ പോയാൻ പറ്റിയില്ലെങ്കിലും ഒരു ഫുൾ മോഡലുകൾ അല്ലെങ്കിൽ അതർ ഗ്രൂപ്പിന്റെ മോഡലുകളൊക്കെ ഇവരും ചെയ്തു നോക്കണം. ഒന്നാമത്തെ ഗ്രൂപ്പുകാർ അറ്റ്ലീസ്റ്റ് രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പരീക്ഷയും, രണ്ടാമത്തെ ഗ്രൂപ്പുകാർ അറ്റ്ലീസ്റ്റ് ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പരീക്ഷയും ചെയ്യണം. അല്ലാതെ ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ ടോപ്പിക്കാണ് പഠിക്കുന്നത്, ഫസ്റ്റ് ഇയർ ടോപ്പിക്ക് വരുമ്പോൾ പഠിച്ചാൽ മതി എന്ന് കരുതരുത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ഇയർ ടോപ്പിക്കും കൂടെ ചെയ്തു പോകാനുള്ള ഗുണം, നിങ്ങളുടെ ഫസ്റ്റ് ഇയർ ടോപ്പിക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഡബിൾ ബെനിഫിറ്റ് കിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കുമ്പോഴും ടൈം ചെയ്ത് പഠിക്കണം അല്ലെങ്കിൽ ചെയ്ത് നോക്കണം എന്ന് പറയുമ്പോൾ 60 ക്വസ്റ്റ്യനെ ചെയ്യുന്നുള്ളെങ്കിൽ 60 മിനിറ്റ് കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. അതിൽ ടൈം മാനേജ് ചെയ്യുന്നതിൽ ഒരു തരത്തിലുള്ള എക്സ്ക്യൂസസും നമുക്കില്ല. ഇപ്പൊ സാറ് ടൈം മാനേജ്മെന്റ് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിന്റെ കൂടെ അത് ചേർത്ത് പറയാൻ ഇപ്പൊ ആഗ്രഹിച്ചത്. പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമ്മൾ അങ്ങനെയാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ സമയം എടുത്തോ, പക്ഷെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഞാൻ 100 ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നതെങ്കിൽ 100 മിനിറ്റ് കൃത്യം വെച്ചിട്ട് തന്നെ ഞാനത് ചെയ്യും. ആ 100 മിനിറ്റിൽ എനിക്ക് 100 ചെയ്യാൻ പറ്റിയോ, 90 ചെയ്യാൻ പറ്റിയോ, 80 ചെയ്യാൻ പറ്റിയോ, 10 ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എനിക്ക് ആ സബ്ജക്ട് എത്രത്തോളം അറിയാം എന്നുള്ളത്. അല്ലാതെ 100 ക്വസ്റ്റ്യൻ നമ്മൾ 500 മിനിറ്റ് എടുത്ത് ചെയ്തിട്ട് എനിക്കെല്ലാം അറിയാം എന്ന് പറയുന്നത് ശരിക്കും അറിവല്ല. നമുക്ക് 100 ക്വസ്റ്റ്യൻ 100 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ 100 ക്വസ്റ്റ്യൻ നമ്മൾ 10 ക്വസ്റ്റ്യനെ ചെയ്യുന്നുള്ളെങ്കിൽ അപ്പം നിങ്ങൾ വിചാരിച്ചോണം ആ 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കോൺസെപ്റ്റുകൾ മാത്രമേ നിങ്ങൾക്ക് ഭയങ്കര റാപ്പിഡായിട്ട് ക്ലാരിറ്റി ഉള്ളൂ. മറ്റ് സാധനങ്ങൾ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ കൂടി റാപ്പിഡായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും പഠിക്കുന്നു, എനിക്കെല്ലാം അറിയാം എന്ന് പറയുന്നിടത്ത് കൃത്യമായ സമയത്തിൽ അത് കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാനും കൂടി പറ്റിയാലേ അത് സക്സസ് ആകും. അല്ലാതെ 180 ക്വസ്റ്റ്യൻസ് ഞാൻ 2 ദിവസം എടുത്ത് ചെയ്യാം എന്ന് പറയുന്നിടത്ത് നീറ്റ് നമ്മുടെ കയ്യിലില്ല. നമുക്ക് ആ കിട്ടുന്ന മണിക്കൂറുകളിൽ നമ്മൾ എത്രത്തോളം ചെയ്യുന്നു, അവിടെ നമ്മളെക്കാളും മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ കൂടുതൽ ചെയ്യുന്ന ആളാണ് റാങ്ക് ലിസ്റ്റിൽ ഒന്ന് മുന്നോട്ട് കയറിപ്പോകുന്നത്. അത് ഇപ്പോഴേ തന്നെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ചെയ്താലേ നമുക്ക് മുന്നോട്ട് വളരെ ആക്റ്റീവായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റാങ്കിലേക്ക് നിങ്ങൾക്ക് കയറി വരാൻ പറ്റും. അപ്പോൾ ആ റേഞ്ച് നിൽക്കുന്നവർ തീർച്ചയായിട്ടും കൂടുതൽ ചാപ്റ്ററുകൾ നോക്കണം. യൂണിറ്റിനെ മാത്രം ഫോക്കസ് ചെയ്യരുത്, കൂടുതൽ യൂണിറ്റുകൾ നോക്കണം, കൂടുതൽ ചാപ്റ്ററുകൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമുക്ക് 500-ലോട്ട് വരുമ്പോൾ നമുക്കറിയാം, നമുക്ക് +1 +2 ഒരു പക്ഷേ നമുക്ക് അത്രത്തോളം കൺസെപ്റ്റുകൾ 100% ക്ലിയർ ആയിട്ടില്ല. അല്ലെങ്കിൽ ഈ വർഷമാണ് ആദ്യമായിട്ട് നമ്മൾ ഈ എൻട്രൻസിൻ്റെ ഒക്കെ ഒരു ലോജിക്കിലോട്ട് എത്തിയത്. നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനുണ്ട്. കാരണം ഒരു ഗവൺമെൻറ് മേഖലയിലോട്ടൊക്കെ വരണമെങ്കിൽ 100-180 മാർക്കോളം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴല്ല മാർക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, പക്ഷേ നമ്മൾ ഇപ്പോഴത്തെ മോഡലുകളിൽ നമുക്ക് 500 കീപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അത് പോരാ എന്നുള്ളത് നമുക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ 15 മണിക്കൂർ തന്നെ നമ്മൾ വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
എന്തായിരിക്കും അവരുടെ ഒരു +1 +2 ക്ലാരിറ്റി തന്നെയാണോ? തീർച്ചയായിട്ടും സർ. കാരണം ഈ പറയുന്ന പോലെ +1 +2 എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡിസ്ക്രിപ്റ്റീവ് പാറ്റേണിൽ പഠിച്ചു പോകുന്നു. പിന്നെ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ ഇപ്പോൾ ഞാനായാലും പഠിപ്പിച്ചാലും അങ്ങനെ പഠിപ്പിക്കുള്ളൂ, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഭയങ്കര ഒരു കോർ കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നു, അത്യാവശ്യം ലാംഗ്വേജ് വെച്ച് നമ്മൾ എഴുതുന്നു. അവിടുന്ന് ഒരു ഒബ്ജക്റ്റീവിലേക്ക് വരുമ്പോഴുള്ള ഡിഫിക്കൽറ്റിയാണ് നിങ്ങളെ ആ ഒരു മാർക്ക് റേഞ്ചിൽ കൊണ്ട് എത്തിച്ചത്. അവര് യഥാർത്ഥത്തിൽ ആ യൂണിറ്റിനെ തന്നെ അവര് ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ 500 റേഞ്ച് നിങ്ങൾക്ക് ഒരു പരീക്ഷയ്ക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കണം, ഇതിലെനിക്ക് ഏതാണ് എൻ്റെ സ്ട്രോങ് സബ്ജക്ട്. ഇവിടെ തൊട്ട് നമ്മളൊരു പ്രയോറിറ്റി ഒന്ന് കൊടുക്കണം. കാരണം 500 കിട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓക്കെ എനിക്ക് ഇവിടെ കുറച്ചുകൂടെ സ്ട്രോങ് ബയോളജിയാണ്, ബയോളജി എനിക്ക് ഇത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ബയോളജിയിൽ 300 മാർക്ക് കിട്ടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് അതെങ്ങനെയെങ്കിലും 360 ആക്കാനായിരിക്കണം. അത് ആദ്യമാക്കണം. അത് കഴിഞ്ഞിപ്പം ചിലപ്പം ചില ആൾക്കാർക്ക് ഫിസിക്സ് ആണ് എളുപ്പം. ഓക്കെ, ഫിസിക്സ് നിങ്ങളിപ്പോൾ 10 ക്വസ്റ്റനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ 10നെ 20, 20നെ 30 ആക്കാൻ നോക്കണം. കെമിസ്ട്രിയും നിങ്ങൾ അങ്ങനെ. ഇപ്പം നമുക്ക് അവിടെ തൊട്ട് എനിക്ക് തോന്നുന്നു ഒരു പ്രയോറിറ്റി നമുക്ക് കൊടുത്തു തുടങ്ങാം, ഒരു സബ്ജക്ട് പ്രയോറിറ്റി കൊടുത്തു തുടങ്ങാം. കാരണം നമ്മളിപ്പോൾ 500 എത്തി നിൽക്കുമ്പോൾ എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ പ്രയോറിറ്റി ഉള്ള ഒരാൾ അങ്ങനെ വന്ന് നിൽക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാ സബ്ജക്റ്റിനും ഈ പറയുന്ന പോലെ എവിടേക്കോ മിസ്സിംഗ് ഉണ്ട്. 2 കാറ്റഗറിയാണത്. അവർ ആ മോഡലിന് വേണ്ടിയിട്ട് പഠിച്ചതുകൊണ്ട് ഒന്നെങ്കിലും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മാത്രം പ്രയോറിറ്റി കൊടുത്ത് ബാക്കിയുള്ളത് ഒന്നും നോക്കാതെ പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ 3 ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്യാതെ എവിടേക്കോ വിട്ട് പഠിച്ചിട്ടുണ്ടാകാം. അപ്പൊ അവിടെ എല്ലാം തന്നെ ഈ 2 കാറ്റഗറി ആയാലും, ഇപ്പൊ സബ്ജക്ട് പ്രയോറിറ്റി കൊടുത്തവര് നിങ്ങൾ എന്തായാലും ഒരു പ്രയോറിറ്റി കൊടുത്ത ഒരു സബ്ജക്റ്റിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതിൽ മാർക്ക് വാങ്ങിച്ചു, മറ്റത് ബ്ലാങ്ക് ആയിപ്പോയി. അവിടെ ഈ സബ്ജക്ട് പ്രയോറിറ്റി കൊടുത്ത സബ്ജക്റ്റിനെ നന്നായിട്ട് ഒതുക്കി വെക്കുന്നതോടൊപ്പം നിങ്ങൾ ബ്ലാങ്ക് ആയിരിക്കുന്ന ആ സബ്ജക്റ്റിന്റെ എണ്ണം പതുക്കെ, ഇപ്പോൾ ബയോളജി 300 നിന്ന് 360 ഉയർത്തുമ്പോൾ അതോടൊപ്പം തന്നെ 5 ക്വസ്റ്റ്യൻ ചെയ്ത ഫിസിക്സിനെ പതുക്കെ 6 ക്വസ്റ്റ്യൻ, 7 ക്വസ്റ്റ്യൻ, 8 ക്വസ്റ്റ്യൻ, 9 ക്വസ്റ്റ്യൻ അങ്ങനെ കയറ്റിക്കൊണ്ട് വരാനും ശ്രമിക്കാം. തീർച്ചയായിട്ടും 45 ചോദ്യങ്ങൾക്ക് അത് ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പേടിക്കുന്നത് ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ഏതാണ്ട് 20 ക്വസ്റ്റ്യൻസ് ഏറ്റവും ഡയറക്റ്റ് ആയിട്ട് 100 മാർക്ക് കിട്ടാനായിട്ട്. കാരണം ഇപ്പം ഒരു 100 എന്താണെങ്കിലും 100-ന് അപ്പുറത്തോട്ട് പോകണം. നമുക്ക് 140, 150 റേഞ്ചിലോട്ട് പോയേ പറ്റുള്ളൂ. നമ്മൾ നിൽക്കുന്നത് 80, 100 റേഞ്ചിലായിരിക്കാം നിൽക്കുന്നത്. അപ്പം അവിടെ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും എന്നുള്ളത് നിങ്ങൾ കഴിഞ്ഞ 5 വർഷത്തെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവും. പ്ലസ് നമുക്ക് എത്രത്തോളം ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഞാൻ ഈ 3 ദിവസത്തെ ആ സബ്ജക്റ്റുകൾ നോക്കുന്നതിൽ എത്രത്തോളം എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് 20 മാർക്ക് ഈ പറഞ്ഞ പോലെ 20, 30, 40 അങ്ങനെ മാത്രമേ നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഇംപ്ലിമെൻറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. പക്ഷെ അവിടെ നമ്മൾ ആ യൂണിറ്റിൽ നിന്നാണ് പഠിച്ചത്. മറ്റുള്ള മുഴുവൻ ചാപ്റ്ററിലോട്ട് നമ്മൾ പോയില്ല. പകരം ആ യൂണിറ്റിൽ ഈ 3 ദിവസം കൊണ്ട് നമുക്ക് എത്രത്തോളം കൂടുതലായിട്ട് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് നോക്കുക. എന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാവും. കാരണം ആ ഒരു ഇപ്പോൾ നിങ്ങൾ ആ പഠിച്ചു വന്നപ്പോൾ ഈ വെപ്രാളം കാരണം നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്ററിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തു പോയതുകൊണ്ട് അത് മിസ്സായി പോയതാണ്. പക്ഷെ നമുക്ക് അങ്ങനെ മിസ്സായി ഒരു പരിധിക്കപ്പുറം മിസ്സായി കഴിഞ്ഞാൽ അത് നമ്മുടെ അഡ്മിഷനെയും ബാധിക്കും. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ റാപ്പിഡായിട്ട് 10 ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കുട്ടിയെ ഒറ്റയടിക്ക് നമുക്ക് 45ലേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ 10 എന്നുള്ളത് ആ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരു 15, 20 ക്വസ്റ്റ്യൻ, 25 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റണം. ആ രീതിയിലേക്ക് വേണം നമ്മൾ ചാപ്റ്ററിനെ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയുള്ള കുറച്ച് ചാപ്റ്റേഴ്സ്, ഇപ്പം ബയോളജിയിലായാലും നമ്മൾ അവിടെ നമുക്ക് മനസ്സിലാക്കണം ഇന്റർലിങ്ക് ചെയ്ത് വരാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഏതാണ്, നമുക്ക് കൂടുതൽ പ്രയോറിറ്റി കിട്ടുന്ന ചാപ്റ്റേഴ്സ് ഏതാണ്. അങ്ങനെയുള്ള കണ്ടന്റുകൾക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ കുറച്ചുകൂടെ ഒരു ഊന്നൽ കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഇപ്പൊ ചില കുട്ടികൾ അവർ വിചാരിക്കുന്നത് ഇപ്പൊ മോളിക്കുലർ ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി തുടങ്ങിയ ചാപ്റ്റേഴ്സ് ഇച്ചിരി കോൺസെപ്റ്റ് ബേസ്ഡ് ആണ്. അപ്പോൾ അവർ വിചാരിക്കും കാണാതെ പഠിക്കാൻ പറ്റുന്ന ചെറിയ ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചു വെക്കാം, ഇതവിടെ കിടക്കട്ടെ. പക്ഷെ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സിന് ഏറ്റവും എങ്ങനെ പോയാലും നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ഒരു 6 ക്വസ്റ്റ്യൻ 7 ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്ററിൽ നിന്ന് മാത്രം വരുവാണ്. അപ്പൊ അവിടെ ചാപ്റ്റർ പ്രയോറിറ്റി ക്വസ്റ്റ്യനിലും നിങ്ങൾ എനിക്ക് ഡിഫിക്കൽട്ട് ആകുന്ന ഈ ചാപ്റ്ററിൽ എത്ര ക്വസ്റ്റ്യൻ വരെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് വേണം. അതിനനുസരിച്ച് വേണം നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാൻ. അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടം നോക്കിയല്ല ഒരു പ്രയോറിറ്റി ചാപ്റ്ററിന് കൊടുക്കേണ്ടത്. നമ്മൾ ഇഷ്ടം നോക്കി പ്രയോറിറ്റൈസ് ചെയ്താൽ ഒരിക്കലും ചിലപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഇല്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ എടുത്താലും നമുക്ക് കുറച്ച് ചാപ്റ്റേഴ്സ് ഇത് കമ്പൽസറി ആയിട്ട് ഇത്ര ക്വസ്റ്റ്യൻ വരും എന്ന് നമ്മൾ പറയുന്ന കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ ചാപ്റ്റേഴ്സിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കൊരു വീക്ക്നെസ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും മറ്റേ ചാപ്റ്റർ കാണാതെ പഠിച്ച് വെക്കാമല്ലോ, കുഴപ്പമില്ല എന്ന് വിചാരിക്കും. അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. മറിച്ച് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും സയന്റിഫിക് ആയിരിക്കണം. അത് സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ കൺസേൺ ഫാക്കൽറ്റീസിനെ ചെന്ന് കാണുക. അവർ കൃത്യമായിട്ട് തന്നെ അത് നിങ്ങളോട് പറഞ്ഞു തരും. പിന്നെ എപ്പോഴും നമ്മൾ വീഡിയോ വഴി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളും അതിനെക്കുറിച്ചൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകണം. ആ ഒരു ബോധമാണ് നമ്മളെ പതുക്കെ മാർക്ക് റേഞ്ച് ഒന്ന് കയറ്റി കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. അപ്പോൾ അത് രണ്ടും ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു സബ്ജക്ട് നമുക്ക് വീക്ക് ആയിട്ടുള്ള ഒരു സബ്ജക്ട് ഏതാണെന്ന് അനലൈസ് ചെയ്ത് അതിനെ പതുക്കെ പൊക്കി വരുന്നതിന്റെ കൂട്ടത്തിൽ വേറൊന്നുകൂടെ ശ്രദ്ധിക്കണം.
പഠിക്കണം. നമ്മൾ ഓൾറെഡി പ്രയോറിറ്റി കൊടുത്തു വെച്ചിരിക്കുന്ന ഒരു സ്ട്രോങ് സബ്ജക്ട് ഉണ്ട്, അതിനെ വിട്ടുകളയുകയും ചെയ്യരുത്. ചിലർ അങ്ങനെയാണ്, പതുക്കെ പതുക്കെ ഫിസിക്സിനെ പൊക്കി വരുമ്പോൾ ഈ പിടിച്ചു വെച്ചിരിക്കുന്ന ബയോളജി അങ്ങ് താഴെ വീടും, അപ്പോഴും മാർക്ക് 500 നിൽക്കും. സോ ഈ 500 നിൽക്കുന്ന ആള് ഇതിനെ പൊക്കിക്കൊണ്ട് വരുന്നതിനോടൊപ്പം തന്നെ സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 360 300 മാർക്ക് കിട്ടുന്ന ബയോളജിയെ ഒരിക്കലും ആ 310 അല്ലെങ്കിൽ 20 കൊണ്ടുപോകാതെ 250 അത് ചെയ്താൽ നമ്മൾ പിന്നെ ഒരെണ്ണം സ്ട്രോങ് ആയി ഒരെണ്ണം വീക്കാന്ന് പറഞ്ഞാൽ ഇപ്പോഴും അങ്ങനെ നമുക്ക് ആ റിമൈനിങ് മോഡലിന് മുമ്പുള്ള ആ 3 ദിവസത്തെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു പ്ലാൻ നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്ട്രോങ് സബ്ജക്റ്റ് താഴെ പോവുകയും നമ്മുടെ മാർക്ക് ആ ആഴ്ച താഴെ പോവുകയും ഒരു പ്രാവശ്യം മാർക്ക് പോയി എന്ന് വിചാരിച്ച് അടുത്ത 6 ദിവസത്തെ നമ്മുടെ പഠനം മുഴുവൻ നമ്മുടെ മുടങ്ങിപ്പോയി. എന്താണെങ്കിലും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് മാർക്കിനെ അധിഷ്ഠിതപ്പെടുത്തി തന്നെ ഇരിക്കും. നമ്മൾ എത്രത്തോളം ഇപ്പം മാർക്ക് നോക്കണ്ട എന്ന് പറഞ്ഞാൽ പോലും കോൺഫിഡൻസ് എന്ന് പറയുന്നത് മാർക്ക് തന്നെ അനുസരിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ 300 400 ലെവലിൽ നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം നമുക്കറിയാം +1 അവർ വർക്ക് ചെയ്യുന്നുണ്ട്, 15 മണിക്കൂറും അവർ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് എഫക്റ്റീവ് ആക്കുന്നത് എങ്ങനെയാണ്? കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കുണ്ട്. നമുക്ക് 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഏറ്റവും കുറഞ്ഞത് ഡയറക്റ്റ് ആയിട്ടിരിക്കുന്ന 2020 തൊട്ട് 24 വരെയുള്ള 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കുണ്ട്. നമ്മുടെ ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളിൽ എടുത്ത ലെക്ചർ നോട്ടുകളുണ്ട്, നമ്മൾ എഴുതിയ നോട്ട്, ഫിംഗർ ടിപ്പുകൾ, അതുപോലെ വീക്ക്ലി എക്സാംസ് ഉണ്ട്. ഇവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഒരു ബയോളജിയിൽ 300 എത്തണം. ബയോളജി 200 സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത്. ഫിസിക്സ് 50, കെമിസ്ട്രി 80, ആ റേഞ്ചൊക്കെ ആയിരിക്കും ഇവർ നിൽക്കുന്നത്. ഇവരും പരീക്ഷയോടെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ കൂടുതൽ സൊല്യൂഷൻസ് നോക്കി കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നു, സൊല്യൂഷൻസ് നോക്കുന്നു, അപ്പോൾ അത് കിട്ടും, വീണ്ടും വേറെ കുറേ ക്വസ്റ്റ്യൻ നോക്കുന്നു, ആൻസർ നോക്കുന്നു. ആ ഒരു രീതിയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ടാണോ ഇവരുടേതായിട്ടുള്ള എഫേർട്ട്? എനിക്ക് പറയാനുള്ളത് അവർ ഈ സൊല്യൂഷൻ നോക്കി ചെയ്യണ്ട. കാരണം സൊല്യൂഷൻ അങ്ങനെ നോക്കി ചെയ്യുന്നതുകൊണ്ടല്ലേ ഇവർക്ക് ഇവരുടേതായിട്ടുള്ളൊരു എഫേർട്ട് അതിനകത്ത് എടുക്കാത്തത് കൊണ്ടല്ലേ ഈ ഒരു തീർച്ചയായിട്ടും എഫേർട്ട് എടുക്കുന്നത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു സാർ അവരെപ്പോഴും തിയറിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം. അവര് ഒരു പരീക്ഷ എഴുതി കുറവ് വരുമ്പോൾ അവർ ഉടനെ തന്നെ ആ കുറവ് എന്താണെന്നല്ല നോക്കുന്നത്, അവർ ആ ചാപ്റ്റർ കംപ്ലീറ്റ് വീണ്ടും ഇരുന്ന് വായിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിയാണ്, തീർച്ചയായും. കാരണം അവരുടെ മനസ്സിൽ ഈ മറ്റേ റാങ്ക് ഒക്കെ കിട്ടിയ കുട്ടികൾക്ക് ഈ ചാപ്റ്റർ മുഴുവൻ ഇങ്ങനെ കാണാപ്പാടം പച്ചവെള്ളം പോലെ അറിയാം, അതുകൊണ്ട് അവന് മാർക്ക് കിട്ടുന്നു. എനിക്ക് ഈ ചാപ്റ്റർ ഒട്ടും അറിയില്ല, അതുകൊണ്ടാണ് എനിക്ക് മാർക്ക് കിട്ടാത്തതാണ്. ഈ ചാപ്റ്റർ പഠിക്കാനുള്ളതാണ്, ഈ ചാപ്റ്ററിനെ കീഴ്പ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ്, കാരണം അതിൽ നിന്ന് 2 3 ക്വസ്റ്റ്യൻസേ ഉള്ളൂ എങ്കിൽ പോലും അതിനെ കീഴ്പ്പെടുത്താൻ, ഓരോ ചാപ്റ്ററിനെയും കീഴ്പ്പെടുത്താനുള്ള ഒരു മൽപ്പിടുത്തമാണ് ഇവർ നടക്കുന്നത്. അതിലെ വേറെ ഒരു തമാശ എന്ന് പറഞ്ഞാൽ അതിൽ ഓരോ സെന്റൻസും പല കുട്ടികളും കാണാതെ പഠിച്ച് വെക്കുവാണ്. പക്ഷെ അതിനകത്തുനിന്ന് ഒരു കോൺസെപ്റ്റ് അവർക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. ആ കോൺസെപ്റ്റൽ രീതിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നാൽ അവർ ചെയ്യുകയുമില്ല. പക്ഷെ ഇങ്ങനെ കാണാതെ പഠിച്ച് വെക്കുവാണ്. അതല്ല നമ്മൾ കെമിസ്ട്രിയിൽ ഒരു പക്ഷേ ഒരു കുറെ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷേ നമുക്കത് ഒബ്ജക്റ്റീവ് ടൈപ്പിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നമുക്ക് പറ്റൂല. അപ്പൊ നമ്മൾ ഈ വിചാരിക്കേണ്ടത്, ഞാൻ ഇച്ചിരി ഇപ്പൊ അത്യാവശ്യം ഞാൻ ഒരു ചെറിയ ഒരു പറകിൽ ആണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ ഒരു ചാപ്റ്റർ നമുക്ക് മുഴുവൻ പച്ചവെള്ളം പോലെ കാണാപ്പാടം തിരിച്ചു പറയാൻ പറ്റുന്നത് മാത്രമല്ല ക്വസ്റ്റ്യൻ ചെയ്യാനെന്നുള്ള സത്യം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എഫക്റ്റീവ് പ്ലാൻ ഒന്നും പറയാനും പറ്റില്ല. മാത്രമല്ല അത് ഇനി പോസിബിളും അല്ല. അങ്ങനെ ഓരോ ലൈനും കാണാതെ പഠിച്ച് വെച്ച് അങ്ങനെ പോയാൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡെപ്തിൽ വരുന്ന ക്വസ്റ്റ്യൻ, കോൺസെപ്ച്വൽ ബേസ്ഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യില്ല. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. പകരം അവിടെയും നിങ്ങളും ഏത് റേഞ്ചിൽ നിൽക്കുന്നവരായാലും ഇനിയുള്ള സമയം ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്തു നോക്കൂ. ചെയ്തു നോക്കുന്നത് സമയം കൃത്യം വച്ച് തന്നെ ചെയ്തു നോക്കണം. ചെയ്തു നോക്കുമ്പോൾ അവിടെ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇത്രയും നേരം ബാക്കിയുള്ള കുട്ടികളോട് എല്ലാ യൂണിറ്റുകളും ഒരുമിച്ച് ചെയ്യണമെന്നും യൂണിറ്റും കോമ്പിനേഷനും ഒക്കെ ചെയ്യണമെന്നും പറഞ്ഞെങ്കിലും ഈ ഒരു ലെവലിന് താഴെ നിൽക്കുന്ന കുട്ടികൾ ഒരു ചാപ്റ്ററിന് പ്രയോറിറ്റി കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവര് ചാപ്റ്ററിൽ തന്നെ ഹെഡിങ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തു നോക്കേണ്ടത്. ഹെഡിങ്ങുകൾ റിവൈസ് ചെയ്യുക. അപ്പോൾ ഹെഡിങ് വൈസ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇപ്പോൾ ബയോടെക്നോളജി തന്നെ എടുത്താൽ ഓക്കെ, ടൂൾസ് എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ എന്തൊക്കെയാണോ വരുന്നത് ആ ക്വസ്റ്റ്യനുകളാണ് റിവൈസ് ചെയ്ത് അത് എഴുതി നോക്കുന്നു. അതിൽ തെറ്റ് വരുന്നത് അത് മാത്രം പഠിക്കുന്നു. അടുത്തത് എടുക്കുന്നു, ഓക്കെ പ്രൊസീജിയേഴ്സ് ആണ്, ഐഡന്റിഫിക്കേഷൻ എടുക്കുന്നു, ഐസൊലേഷൻ എടുക്കുന്നു. ഇങ്ങനെ ഓരോ ഹെഡിങ് ബൈ ഹെഡിങ് നിങ്ങൾ വായിച്ച് പഠിച്ച് പോവുക. അവിടെ നിങ്ങൾ കുറച്ചുകൂടെ ഈ പറയുന്ന പോലെ ആ ഒരു ഹെഡിങ് വൈസിൽ ക്വസ്റ്റ്യൻ വരുന്ന നമ്മുടെ വർക്ക് ബുക്കിലൊക്കെ എടുത്താലും നമ്മുടെ സ്റ്റഡി മെറ്റീരിയലൊക്കെ എടുത്താലും നിങ്ങൾക്ക് ഒരു സ്ഥലത്തുനിന്ന് വരുന്ന പെർട്ടിക്കുലർ ആയിട്ട് ഒരു 5 6 ചോദ്യം ഉണ്ടാവും. ആ ചോദ്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകും. അതിന്റെ ഡേറ്റ എന്താണ്, എന്ത് ഇക്വേഷൻ ആണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, എന്താണ് ഇതിന്റെ ലൈൻ ബൈ ലൈൻ, അവിടെയൊക്കെ നമ്മളുടെ ഒരു എഫേർട്ട് നിങ്ങൾ ഈ സൊല്യൂഷനിലോട്ടോ അല്ലെ കീയിലോട്ടോ പോയിട്ട് അത് നോക്കാതെ
ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആവർത്തിച്ചത് നിങ്ങൾക്ക് കിട്ടുമോ എന്ന് നോക്കിയിട്ട് ആൻസറിലോട്ട് പോയില്ല എങ്കിൽ ഈ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത് ഒരിക്കലും സക്സസിലോട്ട് പോയില്ല. അതെ, തീർച്ചയായിട്ടും. നിങ്ങളുടെ മാർക്കല്ല ഇപ്പോൾ ശരിക്കും. നിങ്ങൾ ഇപ്പോൾ 200 വാങ്ങിച്ചാലും 300 വാങ്ങിച്ചാലും നിങ്ങൾ നന്നായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ കയറി വരും, ഒരു ഡൗട്ടും ഇല്ല. പക്ഷെ ആ കയറി 2025 സിമ്പിൾ ആയിരിക്കും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഒരു സംശയവുമില്ല. പക്ഷെ നമ്മൾ ഈ 3 മാസക്കാലം എത്രത്തോളം ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകുന്നു, അതിൽ നമ്മളുടേതായിട്ടുള്ള ഇംപ്ലിമെന്റ് എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മളുടെ വർക്ക് എത്രത്തോളം പറ്റും. ഈ റേഞ്ചിൽ 300-400 റേഞ്ചിൽ നിങ്ങൾ +1 +2 നിങ്ങൾക്കറിയാം, നമ്മൾ വളരെ ഈസി ഗോയിങ് ആയിരുന്നു. ഡെയിലി നമ്മൾ സ്കൂളിൽ പോകുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു, എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുന്നു. നമുക്ക് പ്രത്യേകിച്ച് ഒരു 600 മാർക്കെന്നോ 700 മാർക്കെന്നോ +2 ശേഷം ഒന്നും നമുക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലാത്തൊരു സെക്ഷൻ ആയിരിക്കാം ഇത്. കാരണം ആ ഒരു പ്രയോറിറ്റി ഒന്നും ഇല്ലായിരുന്നു. ഡെയിലി അവർ സ്കൂൾ റൊട്ടീൻസ് ചെയ്ത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ സമയത്ത് ഒരു സ്ട്രഗിൾ അനുഭവിക്കുന്നത്. വീണ്ടും നമ്മളിവിടെ ജൂൺ മുതൽ വന്നു, അപ്പോഴും ക്ലാസ്സിലിരുന്നു, വീക്കിലി എക്സാം എഴുതി, നമ്മളുടെ എല്ലാ പ്രയോറിറ്റിയിലൂടെ നമ്മൾ കടന്നുപോയി. ഒത്തിരി പ്രയോറിറ്റീസ് നമുക്ക് പഠിക്കുക എന്നുള്ളതിന് അപ്പുറത്തുണ്ടായിരുന്നു. എല്ലാത്തിനും നമ്മൾ പ്രയോറിറ്റി കൊടുത്ത് തന്നെയാണ് പോയത്. പക്ഷേ ഇപ്പോൾ ഇതാ യാഥാർത്ഥ്യത്തിലോട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ നിൽക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ ഇപ്പം എനിക്ക് സീരിയസ് ആയി. ഞാൻ 15 മണിക്കൂർ വായിക്കുന്നു, എഴുതുന്നു, പഠിക്കുന്നു, കാണാപ്പാഠം പഠിക്കുന്നു. പക്ഷെ അപ്പം ഇനിയാണെങ്കിലും ഈ 90 ദിവസത്തെ പ്ലാൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം ഞാൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിലൂടെ കൂടെ പോകുന്നത്, എൻ്റെ എഫേർട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വളരെ പ്രാധാന്യം. കാരണം ചാപ്റ്ററിനെ മെരുക്കാൻ ഒരിക്കലും നിങ്ങൾ ദയവായിട്ട് ആരും ഒരു സബ്ജക്റ്റിനെ മെരുക്കാനായിട്ട് ദയവായിട്ട് നിങ്ങൾ നോക്കുന്നതിന് പകരം കാരണം അങ്ങനെ ഒരു പ്രയോറിറ്റി നമ്മൾ എത്രയൊക്കെ നിങ്ങൾ ഈ പറയുന്ന പോലെ പച്ചവെള്ളം പോലെ ഞാൻ 150 പ്രാവശ്യം ഒരു ചാപ്റ്റർ വായിച്ചു എന്ന് പറയുമ്പോൾ മാക്സിമം 6 ക്വസ്റ്റൻ ആണ് അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. നമുക്ക് 81 ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. അവിടെ ഏത് ക്വസ്റ്റ്യൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് ഏറ്റവും സിമ്പിൾ ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റൂ. ഇത് തന്നെ വരും എന്ന് പറയാൻ പറ്റില്ല. അവിടെ നിങ്ങൾ ഇടേണ്ട എഫേർട്ട് ഡെഫിനറ്റ് ആയിട്ടും ക്വസ്റ്റ്യനുകൾ തന്നെയാണ്. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. അത് ചിലപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് കുറവായിരിക്കും, ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ആ സമയത്തിനുള്ളിൽ അത് ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ഹെഡിങ്ങിലുള്ള 10 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഹെഡിങ്ങിന്റെ താഴെ വരുന്ന എന്താണെന്ന് ഒരുവിധം മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയ ഒരു ചാപ്റ്റർ കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ഒരു 2-3 ചാപ്റ്റർ യൂണിറ്റ് വരുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കണം ഈ 2 ചാപ്റ്റേഴ്സ് ഈ 3 ചാപ്റ്റേഴ്സ് ആണ് ലിങ്ക് ചെയ്ത് വരാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ക്യുമുലേറ്റീവ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഞാൻ 2-3 ചെയ്ത് നോക്കണം. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് ആ ഹെഡിങ് ഓർമ്മ വരണം. ആ ചാപ്റ്ററിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ കിട്ടും. അങ്ങനെ ഉണ്ടെങ്കിലേ നമുക്ക് എഴുതി പോകാൻ പറ്റും. ഞാൻ 15 മണിക്കൂർ ഇരിക്കുന്നു, 16 മണിക്കൂർ ഇരിക്കുന്നു, ഞാൻ NCERT 100 പ്രാവശ്യം വായിക്കുന്നു, ഇത് അല്ല കാര്യം. നമുക്ക് ആ വായിച്ച കണ്ടന്റ് നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാനാ. പിന്നെ വേറെയും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ ഒരു ടെൻഡൻസി എനിക്ക് ഇഷ്ടമുള്ള, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ കൂടുതൽ വായിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അറിഞ്ഞുകൂടാത്ത, എനിക്ക് ബോറടിപ്പിക്കുന്ന, എനിക്ക് ഇഷ്ടമില്ലാത്ത കോണ്ടന്റുകളെ ഞാൻ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, പക്ഷെ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് അത് മാറ്റിവെക്കും. ഒരു ചാപ്റ്റർ വായിക്കുമ്പോഴും ഇത് ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ബ്രെയിൻ വളരെ ക്രൂഷ്യലായിട്ട് വായിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നമുക്ക് അറിഞ്ഞുകൂടാത്ത ബോറടിപ്പിക്കുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം, പക്ഷെ ബ്രെയിൻ ഒന്നും കോഡ് ചെയ്യുന്നുണ്ടാവില്ല. അവിടെ എനിക്ക് അറിയാവുന്നത് ഏത്, അറിഞ്ഞുകൂടാത്തത് ഏതെന്ന് അറിയണമെങ്കിൽ ആ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഹെഡിങ് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ചെയ്ത് നിങ്ങൾ ഉറപ്പിച്ചു വെക്കണം. ഈ ഒരു ഏരിയ എനിക്ക് ഒരു കുന്തം അറിയില്ല, അപ്പൊ ഞാൻ ഇത് നന്നായിട്ട് പഠിക്കണം. അവിടെ നിങ്ങളോട് പഠിക്കണം എന്ന് തന്നെയാണ് പറയേണ്ടത്. അവിടെ ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം എന്ന് പറയുമ്പോഴും തെറ്റ് അനലൈസ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നവർക്ക് വേറെ ഒന്നും പറഞ്ഞു തരാനില്ല. നമുക്ക് ഒന്ന് മനസ്സിലാക്കുക, നമ്മളിപ്പോ ഈ ഒരു മോഡൽ അല്ല നമ്മൾ മുമ്പിൽ കാണുന്നത്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചോളം, ബ്രില്യനെ സംബന്ധിച്ചോളം 31 റൗണ്ടുകൾ എന്നാണ് ഞങ്ങൾ ഇതിനെ പറയുന്നത്. കാരണം യൂണിറ്റ് വൈസ് എക്സാം, കമ്പൈൻഡ് എക്സാം, അത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എക്സാം, പിന്നെ ഫുൾ മോഡലുകൾ, ഇതെല്ലാം ഓരോ റൗണ്ടായിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. ഇങ്ങനെ 31 റൗണ്ടിലൂടെ പോകുമ്പം ഒരു ചാപ്റ്റർ 31 പ്രാവശ്യം ഒരു കുട്ടി മനസ്സിലാക്കി എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ചാപ്റ്ററിനെ പഠിക്കേണ്ടത്. അല്ലാതെ ഓരോ യൂണിറ്റിനും ഈ ഒരു റേഞ്ച് നിൽക്കുന്നവർ ഈ ഓരോ യൂണിറ്റിനും അല്ലെ ഓരോ പരീക്ഷയ്ക്കും ഇത് മുഴുവൻ കാണാപ്പാഠം പഠിച്ചു എന്ന് നമുക്കറിയാം. അത് നടക്കുന്ന കാര്യമല്ല, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. നമുക്കിപ്പോ വേണമെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു തരാം, നിങ്ങൾ എല്ലാ ചാപ്റ്ററും ബൈ ഹാർട്ട് ആക്കണം എന്നൊക്കെ പറയാം. എപ്പോഴും നിങ്ങൾ പരീക്ഷ എഴുതുമ്പം ഫുൾ ചാപ്റ്ററുകളുടെ പരീക്ഷ എഴുതാതെ കറക്റ്റായിട്ട് ഹെഡിങ് വൈസ് ഒരു പാരഗ്രാഫ് വൈസ് തന്നെ പഠിക്കാനായിട്ട് വളരെ ബോധപൂർവം തന്നെ ശ്രമിക്കണം. കാരണം ഞാൻ ഒത്തിരി പ്രാവശ്യം വായിച്ചുകൊണ്ടിരുന്നു, അവർ വായിച്ചുകൊണ്ടിരിക്കുന്നു, ഇവർ വായിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ വിചാരിക്കണം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജിയാണ്. നമ്മളിപ്പം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ 12 വർഷമായിട്ട് നമ്മൾ ചെയ്തു വന്ന ഒരു രീതിയുണ്ട്, നമ്മളത് ഫോളോ ചെയ്യണം. പിന്നെ എനിക്ക് ആ രീതി പറഞ്ഞപ്പോഴാണ് സാർ ഇപ്പം പലർക്കും ഒരു സംശയം, 720 വാങ്ങിക്കുന്ന കുട്ടി ഇങ്ങനെ അല്ലല്ലോ പഠിക്കുന്നത്, അപ്പോൾ ഞാൻ എൻ്റെ പഠന രീതി ഒന്ന് മാറ്റിയാലോ? ഒരു രീതിയും മാറ്റണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ വായിച്ച് പഠിക്കാനാണോ ഇഷ്ടം? കഴിഞ്ഞ 12 വർഷമായിട്ട് വായിച്ചാണോ പഠിക്കുന്നത്? വായിച്ച്
തന്നെ പഠിച്ചോ. നിങ്ങൾ എഴുതി പഠിക്കാൻ ഇഷ്ടമുള്ളവരാണോ, നിങ്ങൾ എഴുതിയാണോ പഠിക്കുന്നത്, അതാണോ നിങ്ങളുടെ കംഫർട്ട്, ആയിക്കോ. അവിടെ ഒന്നും ഈ വായിച്ച് പഠിക്കുന്നതോ എഴുതി പഠിക്കുന്നതോ ഒന്നും അല്ല കാര്യം, പഠിക്കുന്നുണ്ടോ എന്നുള്ളതാണ് കാര്യം. നമ്മുടേതായിട്ടുള്ളൊരു എഫേർട്ട് ഉണ്ടോ, ആ പഠിക്കുന്നത് നമ്മളിൽ എന്തെങ്കിലും ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് തിരിച്ചറിയും. ഇപ്പോൾ ഒരു എക്സാം കഴിഞ്ഞാൽ 2:30 അല്ലെങ്കിൽ 3 മണിക്ക് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പം കഴിഞ്ഞ ലാസ്റ്റ് 3 ദിവസത്തെ എൻ്റെ ഒരു വർക്ക് കൊണ്ട് എന്താണ് ബെനിഫിറ്റ് ഉണ്ടായത്. നിങ്ങൾ 3 ദിവസം ഇരുന്നിട്ടാണ് ഒരു പരീക്ഷ എഴുതിയത്. ഈ 3 ദിവസത്തെ നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതിന്റെ ആൻസർ ആണ് പരീക്ഷാ പേപ്പർ. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഞാൻ മൊത്തം വായിച്ചിരുന്നു പക്ഷെ പരീക്ഷാ പേപ്പറിൽ ഒന്നും വരുന്നില്ല എന്ന് പറയുന്നിടത്ത് നമുക്ക് അതിനൊരു മറുപടി ഇല്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ, ആ ചാപ്റ്ററിൽ നിന്ന് വരാനുള്ള കണ്ടന്റുകൾ മാത്രമേ ആ ക്വസ്റ്റ്യനിൽ കാണുള്ളൂ. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലെ ഞാൻ അത്രയും നന്നായിട്ട് പഠിച്ചു പക്ഷെ എനിക്ക് ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റിയില്ല എന്ന് പറയുന്നിടത്ത് ഒരു ലോജിക്കലായിട്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, അവിടെ ഒരു ചേർച്ചയില്ലായ്മയുണ്ട്. നമുക്കത് പഠിച്ചുവെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്കത് എഴുതാൻ പറ്റാത്തത്? അപ്പൊ നമ്മളിൽ എവിടെയോ ആ ഒരു പഠനത്തിന്റെ കുറവ്, ആ ഒരു എഫേർട്ടിന്റെ കുറവുണ്ട്. അത് നിങ്ങൾ എക്സ്ട്രാ ഇട്ടേ പറ്റൂ, എക്സ്ട്രാ തന്നെ ഇടണം. കാരണം ബാക്കിയുള്ള ആൾക്കാർ ഇപ്പോൾ ഓൾറെഡി പകുതി എത്തിയപ്പോൾ നിങ്ങൾ തുടങ്ങുന്നതിന്റെ അവിടെ നിൽക്കുവാണ്. അപ്പൊ അത്രയും ദൂരം കൂടി ഓടി വരണമെങ്കിൽ നിങ്ങൾ ഇടേണ്ട എഫേർട്ട് കുറച്ച് അധികമാണ്. അത് നിങ്ങളും അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അത് സെൽഫായിട്ട് പ്രഷറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറയുന്നത്, പക്ഷെ നമുക്കൊരു ബോധം വേണം. ഞാൻ ഇത്രയും നാള് ഈ പറയുന്ന പോലെ നമ്മൾ പല കാര്യങ്ങളും ബാക്കിയുള്ള എല്ലാവരും കുറച്ചെങ്കിലുമൊക്കെ സാക്രിഫൈസ് ചെയ്തപ്പോൾ അവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് ആ ഒരു സാക്രിഫൈസ് ചെയ്യാതെ മാറ്റിവെച്ച് എൻജോയ് ചെയ്തത് കൊണ്ടൊക്കെ ആവും ഇച്ചിരി ഒന്ന് മാറിപ്പോയത്. അവിടെ ആ ഒരു മാറ്റം നമ്മൾ ഇവിടെ കൊണ്ടൊന്ന് കുറച്ചുകൂടെ വേഗത്തിൽ ഓടിയാലേ നമുക്കൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഓൾറെഡി നമ്മൾ മുകളിലാണെങ്കിൽ നമ്മൾ അതിനെ നോക്കി പോയാൽ മതി. പക്ഷെ ഇത് താഴേന്ന് കയറി വരണം. എന്നാൽ കയറി വരാൻ പറ്റില്ല എന്നൊരു കണ്ടീഷനേ ഇല്ല. നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാണെങ്കിൽ, അത് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇപ്പോഴത്തെ മാർക്ക് റേഞ്ച് ഒരു കാര്യമേ അല്ല. അതിന് ഒരു നല്ല എഫേർട്ട് നിങ്ങൾ ഇടുക തന്നെ വേണം. അതിന് ഷോർട്ട് കട്ടുകളില്ല, കോംപ്രമൈസുകളില്ല. അതിന് പറഞ്ഞു തരാനായിട്ട് നമുക്ക് ഒരു കാര്യമില്ല. പഠിക്കുക എന്ന് തന്നെയാണ്. എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറെയും ഒരു കാര്യം, ഇപ്പോഴും പല കുട്ടികളും ടെക്സ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് ആസ് സച്ച് ഈ ചാപ്റ്റർ പറഞ്ഞു തരുമോ, ഈ ലേണിംഗ് ആപ്പിലേക്ക് ഒരു കണ്ടന്റ് പറഞ്ഞു തരുമോ, മൊബൈൽ ഫോണിലൊക്കെ ഈ ഒരു ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എന്നാണ് ചോദിക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ തന്നെ ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്ത് സെൽഫ് അനലൈസ് ചെയ്ത് നോക്കൂ. നിങ്ങൾ നിൽക്കുന്ന പൊസിഷൻ, വേർ ഐ ആം, ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ബാക്കി ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യനുകളിലൂടെ 2-3 പ്രാവശ്യം കടന്നു പോയി വന്ന ചാപ്റ്ററുകളാണ്. ഇത് എനിക്ക് വീണ്ടും പറഞ്ഞു തരുമോ എന്ന് പറയേണ്ടി വരുന്നിടത്ത്, അല്ലെങ്കിൽ അത് നിങ്ങൾ ഇപ്പോഴും ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയുന്നിടത്ത് നിങ്ങളുടെ കയ്യിൽ എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. റെക്കോർഡഡ് സെഷനുകൾ അവൈലബിൾ ആണ്, വീഡിയോസ് അവൈലബിൾ ആണ്. അതുള്ളപ്പോൾ പോലും ഷോർട്ട് കട്ടുകളാണ് നിങ്ങൾ നോക്കുന്നത്. ആ വീഡിയോ ഒന്ന് കണ്ട് ആ 25 മിനിറ്റ് ആ ടീച്ചർ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് കണ്ട് മനസ്സിലാക്കി ഡൗട്ട് ചോദിക്കാനല്ല നമ്മൾ ശ്രമിക്കുന്നത്. നമുക്കൊരു ക്യാപ്സ്യൂൾ ഫോമിൽ അത് വിഴുങ്ങണം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇതിനൊരു ക്യാപ്സ്യൂൾ ഫോം ഇല്ല. നമ്മൾ തന്നെ എടുത്ത് അത് ക്യാപ്സ്യൂൾ ആക്കി നമ്മൾ തന്നെ വിഴുങ്ങണം. ഇതുവരെ നമ്മൾ +2 വരെ നമ്മൾ ക്യാപ്സ്യൂൾ ആക്കി ടീച്ചേഴ്സ് അല്ലെങ്കിൽ പാരന്റ്സ് തന്നു, നമ്മൾ ജസ്റ്റ് വിഴുങ്ങി. പക്ഷെ എൻട്രൻസിന് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ അങ്ങനെ ഒരു ക്യാപ്സ്യൂൾ ഫോം ഇല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അവിടെ നിങ്ങൾ തന്നെ മരുന്നെല്ലാം എടുത്ത് പൊടിച്ച് ഉണ്ടാക്കി അതാക്കണം. അത് ആക്കാതെ ഇപ്പോഴും നമ്മൾ എല്ലാവരും അല്ല കേട്ടോ, വളരെ കുറച്ച് പെർസെൻറ്റേജ് എങ്കിലും ആ ഒരു പടിയിൽ അറച്ചു നിൽക്കുന്നുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നന്നായിട്ട് തന്നെ, കുറച്ചെന്നല്ല നന്നായിട്ട് തന്നെ എഫേർട്ട് ഇട്ട് നോക്കിയാൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ മാറി നിൽക്കില്ല. നിങ്ങൾക്ക് എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. 31 റൗണ്ട് എന്ന് പറഞ്ഞാൽ 122 പരീക്ഷകൾ, 25,000 ചോദ്യങ്ങളിലൂടെയാണ്, അതിന്റെ ഉത്തരങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകാൻ പോകുന്നത്. ഒരു സംശയവും വേണ്ട, 720 യാത്ര തന്നെയാണ്, അത് തുടരുകയും ചെയ്യും. Brilliant Study Center, India's #1 coaching center for NEET and JEE.